ഓർലാൻഡോയിലെ ജ്ഞാനായ കൺവെൻഷൻ സെന്ററിലേക്ക് ാണ് ഞാനിവിടെ നിൽക്കുന്നത്. കൺവെൻഷൻ വളരെ മനോഹരമായി രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാം ദിവസത്തെ സായാഹ്നം ഇവിടുത്തെ മെയിൻ ഹാളിൽ കലാപരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ സംഘാടക സമിതിയിൽ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ KCCNയുടെ നേതൃത്വത്തിന്റെയും വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളുടെ ഫലമായ ഒരു വിജയമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പ്രവർത്തകരെ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴുള്ളത് KCCNA കൺവെൻഷൻ പബ്ലിസിറ്റി ചെയർമാനായ മോനച്ചൻ മടത്തിലേറ്റാണ്. അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ശ്രമിക്കാം. ഈ വർഷത്തെ കൺവെൻഷൻ എങ്ങനെ പോകുന്നു? കൺവെൻഷൻ വളരെ മനോഹരമായിട്ട് പോകുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അറൌണ്ട് 3000-ലധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് സമയം കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള പരിപാടികളും അങ്ങേയറ്റം വിജയപ്രദമാക്കി കൊണ്ടുപോകാൻ KCCNയുടെ നേതാക്കൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ശരിയായിട്ട്? തീർച്ചയായിട്ടും കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പാണ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്. വളരെ ആത്മാർത്ഥതയോടുകൂടി ടാംബയിലെ ക്നാനായി സമൂഹം എന്നോടൊപ്പം നിന്നു. അവരെന്നെ തെരഞ്ഞെടുത്തു. എന്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് വേണ്ട പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് KCCNA കൺവെൻഷന്റെ മാർക്കറ്റിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു വിശ്വാസവും ഒരാത്മസംതൃപ്തിയിലാണ് ഞാൻ ഇന്ന് ഈ റോസൻ സിംഗിൾ ഹോട്ടൽ സമുച്ചയത്തിൽ നിൽക്കുന്നത്. ബിഷപ്പുമാരൊന്നും വന്നിട്ടില്ലല്ലോ, അതിനെപ്പറ്റി എന്താണ്? അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളായിട്ട് സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെപ്പറ്റി ആൾക്കാരുടെ എന്താണ് നിലപാട്? KCCNA എന്ന് പറയുന്നത് അമേരിക്കയിലെ ക്നാനായക്കാരുടെ സമുദായ സാമൂഹിക സംഘടനയുടെ ഒരു ഫെഡറേഷനാണ്. അതായത് ക്നാനായക്കാരുടെ ദേശീയ സംഘടനയാണ്. അതിന്റെ നേതാക്കൾ അൽമായ സമൂഹത്തിൽ നിന്നുള്ള സമുദായ സാമൂഹിക സംഘടനയുടെ ഒരു ഫെഡറേഷനാണ്. അമേരിക്കയിലുടനീളം ദേശീയ അതിന്റെ കരുത്തരായ അൽമായ സമൂഹത്തിൽ നിന്നുള്ള സമുദായ സാമൂഹിക സംഘടനയുടെ ഒരു ഫെഡറേഷനായിട്ട് അമേരിക്കയിലുടനീളം അല്ല മറ്റ് എല്ലാ ചെയർപേഴ്സൺസും അങ്ങനെയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ്. ഈ കൺവെൻഷൻ പിതാക്കന്മാർ വന്നില്ലെങ്കിലും അവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അമേരിക്കയിലെ ക്നാനായ സമൂഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൂടിയാണ് ഈ കൺവെൻഷൻ ഏറ്റവും വിജയപ്രദമായി തീർന്നതെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു മിസ്റ്റർ മോഹൻസി മഠത്തിലേട്ട്, പബ്ലിസിറ്റി ചെയർമാനാണ്. നമ്മുടെ അക്കോമഡേഷൻ ചെയർമാനായ മിസ്റ്റർ ബിനു മഠത്തിലായിട്ടാണ് ഉള്ളത്. അദ്ദേഹത്തിന് നമ്മളോട് എന്നാണ് പറയാനുള്ളതെന്നൊക്കെ. ഈ വർഷത്തെ അക്കോമഡേഷനൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അക്കോമഡേഷന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 725ഓളം മുറികളിൽ ആൾക്കാർ താമസം തുടങ്ങിയിട്ടുണ്ട്. അക്കോമഡേഷന്റെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ടാണ് ഈ വർഷം പോകുന്നത്. ആൾക്കാർക്കെല്ലാം കൃത്യസമയത്ത് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഫെസിലിറ്റികളെല്ലാം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഹോട്ടലിനോട് അനുബന്ധിച്ച് എല്ലാവർക്കും എൻജോയ് പ്രദമായാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? അതെ, 4 ടൈപ്പ് സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്കായി പ്രത്യേകം സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മോഡല് ലാപ്പ് ആയിട്ട് നീന്താനും ആഗ്രഹമുള്ളവർക്ക് അതിന് സൗകര്യമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളുമുണ്ട്. അതുപോലെ ഗോൾഫ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഫ് കളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. നമുക്ക് വളരെയധികം ഫെസിലിറ്റി ഉള്ളൊരു പ്ലേസാണിത്. ഇപ്പൊ നമ്മോട് കൂടെ ഉള്ളത് ടാംബ ക്നാനായ കമ്മ്യൂണിറ്റിയുടെ ശക്തനായ പ്രസിഡന്റ് ശ്രീ ജോസ് ഉപ്പൂട്ടിലാണ്. ഉപ്പൂട്ടിൽ സാറിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് ശ്രമിക്കാം. ഇതുവരെയുള്ള കൺവെൻഷൻ എങ്ങനെ നടക്കുന്നു? എങ്ങനെയാണ് ഇതുവരെ സോഫാർ എന്താണ് ഇതുവരെയുള്ള കൺവെൻഷനെ പറ്റിയുള്ള അങ്ങയുടെ വിലയിരുത്തൽ? താമ്പ KCCF ആദ്യത്തിൽ നൽകുന്ന KCCNയുടെ 10ാമത് കൺവെൻഷൻ. Control your TV. Enjoy thousands of apps. Connect with friends. Samsung Galaxy Tab 2. The ultimate. The ultimate. The ultimate. The ultimate. The ultimate. The ultimate. ഏറ്റവും നല്ലൊരു ഫുഡ് ഇവിടെ
പാർട്ടിസിപ്പൻസിന് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. അതുപോലെ ഇന്നത്തെ ജലഘോഷയാത്ര എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസും വളരെ നല്ല അനുയോജ്യമായ നല്ലൊരു രീതിയിലുള്ള കോപ്പറേഷനും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. സോ വി വിൽ ലുക്ക് ഫോർ our best and I think everything is going smooth. Thank you so much for all the cooperation from all the participants. Thank you. ശ്രീ ജോസ് ഉൾപ്പെട്ടിൽ സാർ, കഴിഞ്ഞ വർഷത്തെ ഡാളസ് കൺവെൻഷൻ ഏകദേശം 6000 പേരോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷം ഏകദേശം 3000 പേരോളം ഉണ്ട്. അതിന് ഈ ഇത്രത്തോളം വ്യത്യാസത്തിൽ നമുക്ക് എന്തെങ്കിലും സാറിന് വ്യത്യാസം തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? ഡാളസ് കൺവെൻഷന് 6000 പേരുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ഈ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലെ കൺവെൻഷന് ഇപ്പോൾ ഏകദേശം 3000 രജിസ്ട്രേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അവസാന നാളുകളിൽ ഇതിന്റെ 26th ഇന്നലെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ലൊരു പാർട്ടിസിപ്പൻസിന്റെ നല്ലൊരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു തള്ള് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവസാന നിമിഷത്തിൽ ഈ കൺവെൻഷന് സംബന്ധിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും, അതുപോലെ ഫുഡ് കൂപ്പണൊക്കെ ആണെങ്കിൽ അവസാനം എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ റൂമിന്റെ രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു കൺവെൻഷൻ നഷ്ടമില്ലാത്ത രീതിയിൽ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഉത്തമ വിശ്വാസം. റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷിജു ചെറിയത്തിൽ ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. ഷിജു ചെറിയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതാണ്. 2012 കൺവെൻഷനെ ഷിജു എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 2012 കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതുവരെ കേസിന് നടത്തിയ 10 കൺവെൻഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണിത്. ഈ കൺവെൻഷൻ തുടക്കം മുതലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തുവാണെങ്കിൽ ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ ദിവസം മുതൽ ഇതിലുണ്ടായിരിക്കുന്ന പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ്. കാരണം പല പ്രശ്നങ്ങളുടെ കടന്നുപോയ കൺവെൻഷൻ ഇന്ന് ഇതുവരെ നടന്നതിലും ഏറ്റവും വലിയ ഒരു കൺവെൻഷനായി മാറിയിരിക്കുകയാണ്. ജനപങ്കാളിത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3000 പേരോളമേ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ കലാപരിപാടികൾ, അതുപോലെ തന്നെ യുവജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളൊരു വിശകലനം ചെയ്യുമ്പോൾ ഇതുവരെ നടന്ന കൺവെൻഷനുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്കായും അഡൾട്ട്സിനായും സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളുള്ള ഒരു കൺവെൻഷൻ ഇതായിരിക്കുമെന്നാണ് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറയും. ഒരു കൺവെൻഷൻ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഇതായിരിക്കും ഇതുവരെ നടന്നതിലും കൂടുതൽ പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലും വലിയ കൺവെൻഷൻ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ചിക്കാഗോയിൽ നിന്ന് പൊതുവെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ചിക്കാഗോയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ മുൻ വർഷങ്ങളെക്കാൾ കുറഞ്ഞാണ് ഈ വർഷമുള്ളത്. അതിന് കാരണം എന്തായി? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഷിക്കാഗോയിൽ ഇതിനു മുമ്പും അവിടുന്ന് ആവറേജ് ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും ഒരു 140-170 ഫാമിലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡാലസ് കൺവെൻഷനിൽ ഒരു 180 ഫാമിലി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്രാവശ്യം 140 ഫാമിലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനു മുമ്പും ഷിക്കാഗോയിൽ 110-120 ഫാമിലികളൊക്കെ രജിസ്റ്റർ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഈ കൺവെൻഷൻ ഡേറ്റ് മാറ്റിയത് ഷിക്കാഗോയിലെ മെജോറിറ്റി ഫാമിലീസും ജൂലൈ 4th വേണ്ടി അവധിയെടുത്ത ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഡേറ്റ് ഒരു 4th വീക്കെൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പലർക്കും ആ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അതിന്റെ പേരിലാണ് നമുക്കൊരു 40 ഫാമിലി നഷ്ടപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു വൻപിച്ച വിജയമാണ് ഷിക്കാഗോയുടെ ഭാഗത്ത് നിന്ന് കൺവെൻഷൻ വേണ്ടി ഉണ്ടായിരിക്കുന്നത്. കാരണം ടാമ്പ കഴിഞ്ഞാൽ ഇന്ന് ഈ ഫെസിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചിരിക്കുന്നത് ഷിക്കാഗോ അസോസിയേഷനാണ്. തീർച്ചയായിട്ടും ഷിജു ചെറിയത്ത് നേതൃത്വം കൊടുക്കുന്ന ആ റീജിയനിൽ നിന്നുള്ള KCCNA ഭാരവാഹികളുടെ ഒരു നേട്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇങ്ങനെ ഉള്ള ഒരു വലിയൊരു ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസരത്തിൽ പോലും ഇത്രയേറെ ചിട്ടയോടുകൂടി ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ നിങ്ങളെ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. താങ്ക് യു വെരി മച്ച്. ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് ബെസ്റ്റ് ഫോർ കരുണായ വോയിസ്. ഈ ഒരു അവസരം എനിക്ക് തന്നതിനും നിങ്ങളുടെ കവറേജിനും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. ഈ കൺവെൻഷൻ സെന്ററിൽ ഈ വർഷത്തെ KCCNA നാഷണൽ കൌൺസിൽ മെമ്പറും മലയാളി പ്രവാസി കേരള കോൺഗ്രസിന്റെ ടാമ്പ യൂണിറ്റ് പ്രസിഡന്റുമായ രാജു വെട്ടുവാർപ്പുറം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ഈ കൺവെൻഷൻ അനുഭവത്തെക്കുറിച്ചും ഈ കൺവെൻഷന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഈ കൺവെൻഷൻ എങ്ങനെ വിലയിരുത്തുന്നു? പത്താമത്തെ കൺവെൻഷനാണ് ഒർലാൻഡോയിൽ. ഇതൊരു നല്ലൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്.
ടാംബയെ സംബന്ധിച്ചിടത്തോളം 168 ഫാമിലിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു കൺവെൻഷനായി വിജയിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു രാജു വട്ടുവാറപ്പുറം. നമ്മോടൊപ്പം സഹകരിച്ചതിന് ഗ്രാനായ വോയിസിന് വേണ്ടി സാജു കണ്ണമ്പള്ളിയും ലൂ തറയിൽ താമ്പയിൽ നിന്നും. ഇതാ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ കൺവെൻഷൻ സെന്ററിൽ നമ്മോടൊപ്പം എത്തി നിൽക്കുന്നത് ന്യൂയോർക്കിൽ നിന്നെത്തിയ ലൂക്ക് പതിയിൽ, ഇപ്പോഴത്തെ KCCNയുടെ നാഷണൽ കൌൺസിൽ മെമ്പറാണ്. ഒപ്പം IKCCയെ പ്രതിനിധീകരിച്ച് സാബു വർഗീസ്, അതുപോലെ തന്നെ മുൻ IKCC സെക്രട്ടറി ഞങ്ങളുടെ സുഹൃത്തുമായ അജീഷ് പോത്തൻ എന്നിവരാണ് നമ്മോടൊപ്പം നിലനിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ലൂക്ക്, എങ്ങനെ പോകുന്നു കൺവെൻഷൻ പ്രവർത്തനങ്ങൾ? കൺവെൻഷൻ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റിയൊക്കെ വളരെ നന്നായിരിക്കുന്നു. നമ്മൾ ടൈമിങ്ങിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെയും എല്ലാം ഇന്നത് മേക്കപ്പ് ചെയ്തു. വളരെ ഭംഗിയായിട്ടാണ് എല്ലാം പോകുന്നത്. വള്ളംകളി വളരെ ഒരു പുതിയൊരു അട്രാക്ഷൻ ആയിരുന്നു. ഞങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ന്യൂയോർക്കുകാർക്കാണ് വള്ളംകളിയിൽ 1ാം സ്ഥാനം ലഭിച്ചത്. അത് തന്നെ KCCNയുടെ ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ ന്യൂയോർക്കിൽ നിന്നും വന്ന ആളുകളെക്കുറിച്ചും, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് എത്രമാത്രം ആളുകളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ? ന്യൂയോർക്കിൽ നിന്നും എന്റെ അറിവ് ശരിയാണെങ്കിൽ 115ഓളം രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അതിൽ 70 ഫാമിലിയും ബാക്കി സിംഗിൾസുമാണ്. ഞങ്ങളെല്ലാം സിംഗിൾസിൽ വന്നവരാണ്. ഇപ്പം മിസ് ചെയ്യുന്ന ഫാമിലി കൊണ്ടുവരണ്ടായിരുന്നു തോന്നുകയാണ്. തീർച്ചയായിട്ടും അജീഷ് മുൻ സെക്രട്ടറിയാണ്. ഈ കൺവെൻഷനെ കുറിച്ച് അജീഷിന്റെ ഇന്നലെ തുടങ്ങിയ കൺവെൻഷനെ കുറിച്ച് ഇപ്പോൾ വരെയുള്ള ഒരു അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. അജീഷ്, കൺവെൻഷനെ കുറിച്ച് 2 വാക്ക് പറയൂ. കൺവെൻഷന് സോഫാർ എനിക്ക് തോന്നുന്നു വളരെ നല്ലതായിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി കമ്പയർഡ് ടു ഡാലസ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡാലസിൽ വന്ന് ചെന്ന ആ സെയിം ഫീലിംഗ് തന്നെയാണ് ഇവിടെ വന്നപ്പോഴും തോന്നിയത്. സെയിം കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് എല്ലാം കൊണ്ടും ഇറ്റ് സീംസ് ടു ബി ഗോയിങ് വെരി വെൽ. താങ്ക് യു അജീഷ്. ന്യൂയോർക്കിൽ നിന്നും എത്തിയ സാബു നമ്മോടൊപ്പം ഉണ്ട്. സാബു, ഡാളസ് കൺവെൻഷനിൽ പങ്കെടുത്ത വ്യക്തിയാണോ? ഞാൻ ഡാളസിലും പങ്കെടുത്ത വ്യക്തിയാണ്. ഡാളസ് കൺവെൻഷനും ഈ ഒർലാൻഡോ കൺവെൻഷനും തമ്മിൽ പെട്ടെന്ന് പറയാവുന്ന ഒരു വ്യത്യാസത്തെ കുറിച്ച് പറയാം. ഇവിടെ നല്ലതായിട്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഇനി ഞങ്ങൾ ഒരു പുതിയൊരു വള്ളംകളിയുടെ മത്സരം തുടങ്ങിയത് നല്ലൊരു ഇതായിരുന്നു. ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തല്ലേ. താങ്ക് യു ഗൈസ്, ഹാവ് ഫൺ. ഓക്കെ, താങ്ക്സ്. മേഴ്സി ചേച്ചി, ആദ്യമായിട്ടാണല്ലോ ഈ കൺവെൻഷൻ കൂടുന്നത്. ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്കിതൊരു കാനായ ഉത്സവമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഞാൻ എല്ലാ വർഷവും വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ എല്ലാ വർഷവും ഈ കൺവെൻഷന് വരുന്നതായിരിക്കും. കുടുംബസഹിതം എല്ലാവരും വന്നിട്ടുണ്ടോ ഈ കൺവെൻഷന്? ഭർത്താവ് എല്ലാവരും ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്ന കുറച്ച് പേരെ കൂടെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കാം. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? അതുപോലെ കൺവെൻഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായവും കൂടെ ഒന്ന് പറയാമോ? തവളി പോട്ടൂർ എന്റെ പേര്. ഇതൊരു നല്ല കൺവെൻഷനാണ്. ഞാൻ മയമിന്ന് വരുക. നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ഐ തിങ്ക് എവരിബഡി ഈസ് ഹാപ്പി. എൻ്റെ പേര് അലക്സാണ്ടർ കൊച്ചുപുരയ്ക്കൽ. പല കൺവെൻഷൻ ഇത് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭംഗിയായ ഒരു കൺവെൻഷൻ, വളരെ നല്ല രീതിയിൽ വള്ളംകളിയും എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ പോകുന്നു. ഇതിന് ഭയങ്കര കുറച്ച് 10,000 പേരുണ്ട്. അതിനകത്തുള്ള ആൾക്കാർ വളരെ യോജിപ്പായിട്ടും വളരെ ഭംഗിയായിട്ടും പോകുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുറവുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ വന്നിട്ടില്ല. പക്ഷെ ആ പിതാക്കന്മാർ വരാത്തതിന്റെ ഒരു കുറവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഈ കൺവെൻഷൻ മുമ്പോട്ട് പോകുന്നു. അതിന് താങ്ക് യു ഉണ്ട്. എല്ലാ ഞങ്ങളുടെ ഉള്ളവർ വളരെ യോജിപ്പായിട്ട് പോകുന്നു. അത്രയും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എല്ലാം കൊണ്ട് വളരെയധികം സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന പലരോടും ചോദിച്ചു, അവർക്ക് ഇത്രയും ഒരു നല്ല കൺവെൻഷൻ വളരെ ഭംഗിയായ രീതിയിൽ പോകുന്നത് അത് ഞങ്ങൾക്ക് എന്നും ഒരു അഭിമാനമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു സംശയവും ഇല്ല. വളരെ നല്ല രീതിയിൽ പോകുന്നു. അതാണ് ഞങ്ങളുടെ ഒരിത്. നമ്മളെ അറിയാത്തവരാരും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ഇത് നല്ല രീതിയിൽ പോകുന്നു. അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. ടാംബയുടെ തന്നെ താരമായ നമ്മുടെ ഫെലിക്സ് മച്ചാനിക്കൽ, അദ്ദേഹം വളരെ സ്പോർട്സിന്റെ എല്ലാത്തിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം. വണ്ടർഫുൾ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വണ്ടർഫുൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കുറവേ ഉള്ളൂ, നമ്മുടെ പിതാക്കന്മാരുടെ അഭാവം. അത് ഇവിടെ ഒരു കുറവായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. ലെറ്റ് us see. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. സമൂഹത്തിന്റെ തന്നെ അഭിമാനപാത്രമായ ശ്രീ ശിങ്കാരി മക്കോറയുടെ പിതാവായ മിസ്റ്റർ മക്കോറ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം. കൺവെൻഷൻ വളരെ നല്ല ഭംഗിയായിട്ട് പോകുന്നു.
ഓപ്പണിംഗ് സെറമണിയും എല്ലാം ഇന്നലെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അതെല്ലാം എല്ലാവരും ആസ്വദിച്ചു. അതുപോലെ തന്നെ ഇന്ന് കൾച്ചറൽ പ്രോഗ്രാം ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. താങ്ക് യു. ഓൾസോ വള്ളംകളി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഡാളസ് കൺവെൻഷനെ ആണോ അതോ ഇത് അത്ര 6000 പേര് വന്ന ഡാളസ് കൺവെൻഷൻ ആണോ അതോ അതിനേക്കാളും നല്ല കൺവെൻഷൻ ആണോ ഇപ്പോഴത്തത്? മെച്ചമായി കാര്യങ്ങളെല്ലാം മെച്ചമായി വരുന്നുണ്ടോ അതോ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാറിന്റെ? ഡാളസ് കൺവെൻഷനെ സംബന്ധിച്ച് എന്റെ അഭിപ്രായത്തിൽ ആൾക്കാർ കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ആവശ്യമാണ്. ഇത് പക്വതയും പാകവുമുള്ള ഒരു ക്രൗഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനും പ്രശ്നങ്ങൾ വരാനും സാധ്യതകളൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് അണ്ടർ വെരി ഗുഡ് കൺട്രോൾ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ താമ്പായിൽ നിന്നുള്ള റെനി ചെറുനാന്നിയിൽ ഇവിടെയുണ്ട്. റെനി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. ഈ 2012 കൺവെൻഷനെ റെനി എങ്ങനെ വിലയിരുത്തുന്നു? വളരെ ഭംഗിയായിട്ട് പോണു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനും എൻ്റെ ഫാമിലിയും ആദ്യമായിട്ടാണ് ഒരു കൺവെൻഷന് വരുന്നത്. ഐ ആം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ കൺവെൻഷനിൽ പിതാക്കന്മാരുടെ അഭാവം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അവരുടെ അഭാവത്തെക്കുറിച്ച് റെനി എന്ത് പറയും? മനസ്സുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജ്ഞാനായക്കാരുടെ ഒരു ഏതൊരു കൂട്ടായ്മയിലും നമ്മുടെ ആത്മീയ പിതാക്കന്മാരുണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവം ഈ രീതിയിലായിരിക്കും ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. താങ്ക് യു വെരി മച്ച്. സെന്ററിൽ ഈ കൺവെൻഷന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഒരു ശക്തനായ പ്രവർത്തകനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന കോ-ചെയറായി പ്രവർത്തിക്കുന്ന ബെന്നി വഞ്ചിപ്പുരയ്ക്കൽ. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ലിറ്ററേച്ചറുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. എല്ലാ ദിവസവും 8 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. യൂത്തിന് വേണ്ടി പ്രത്യേകം ലിറ്ററേച്ചർ ഉണ്ട്, ആരാധനയുണ്ട്. ഇപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കുകാരുടെ ആരാധന ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും വളരെ നല്ല ശതമാനം ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്. ഒരു വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും 500-600 പേര് രാവിലെ വിശുദ്ധ കുർബാനയ്ക്കുണ്ടായിരുന്നു. ലിറ്ററേച്ചറിനും ഒരു 60-70 പേര് എല്ലാ സമയങ്ങളിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. ഡാളസ് കൺവെൻഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം ആള് കുറവാണെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ ഈ ആള് കുറവ് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയ്ക്കും ആരാധനയ്ക്കൊന്നും അങ്ങനെ വലിയ കുറവുകളൊന്നുമില്ല. കാരണം എല്ലാവരും തന്നെ വരുന്നുണ്ട്. പ്രായമായവരും പ്രായം കുറഞ്ഞവരൊക്കെ എല്ലാവരും തന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ബെന്നി ചേട്ടാ. ബാക്കി കൺവെൻഷൻ വളരെ മനോഹരമായി എൻജോയ് ചെയ്യുക. എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി. താങ്ക് യു. ജ്ഞാനായക്കാരുടെ തറവാട് എന്നറിയപ്പെടുന്ന ഷിക്കാഗോയുടെ ശക്തനായ പ്രസിഡന്റ് ശ്രീ സിറിയക് കൂവക്കാട്ടിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, ഈ കൺവെൻഷനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വളരെ ഭംഗിയോടെ ചിട്ടയോടെയും നടക്കുന്ന KCCNA-യുടെ 10ാമത് കൺവെൻഷന് ഷിക്കാഗോ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റിയുടെ അഭിവാദ്യങ്ങൾ. സോഫാർ 2ാം ദിവസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതുവരെ എല്ലാം വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ആണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ടാമ്പ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ ടാമ്പ അസോസിയേഷന് എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഷിക്കാഗോയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് മാറ്റിയതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? ഷിക്കാഗോയിൽ നിന്ന് തീർച്ചയായിട്ടും ഫ്ലോറിഡയിലേക്ക് കൺവെൻഷൻ മാറ്റിയതിൽ ഷിക്കാഗോയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അധികം വിഷമങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം ഇവിടെ ഞങ്ങൾ വ്യക്തമാക്കി, വ്യക്തികളോ വ്യക്തി താല്പര്യങ്ങളോ അല്ല KCCNA-ക്ക് മുൻപിൽ നിൽക്കുന്നത്. അതിലും അതായത് പ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഇതാണ് നമ്മൾ ഫ്ലോറിഡയ്ക്ക് കൺവെൻഷൻ മാറ്റിയതിലുണ്ടായ ബാക്ക്ഗ്രൗണ്ട്. അതായത് വ്യക്തി താല്പര്യങ്ങൾക്ക് നമ്മൾ ഒരു കാരണവശാലും അടിയറ വെക്കില്ല, KCCNA അടിയറ വെക്കില്ല എന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഫ്ലോറിഡയിലേക്ക് കൺവെൻഷൻ മാറ്റിയത്. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ പ്രസിഡന്റ്. ഹോളി ഫാമിലി പള്ളിയുടെ വികാരിയച്ഛൻ ഡൊമിനിക്കച്ചൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഡൊമിനിക്കച്ചൻ ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതാണ്. 2012 കൺവെൻഷനെ അച്ഛൻ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എല്ലാ രീതിയിലും ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാ ഓർഗനൈസേഴ്സിനും പ്രത്യേകമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എൻ്റെ ഇന്നേയുള്ളൂ ഞാൻ വന്നത് കണ്ടതിൽ മാത്രം ഏറ്റവും നല്ല ഭംഗിയായിട്ട് എല്ലാം ക്രമീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു.
അറ്റ്ലാന്റയിൽ അസോസിയേഷനും പള്ളിയും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു ബന്ധം നിലനിർത്തുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അത് അവിടുത്തെ ആരംഭം മുതലേ അസോസിയേഷൻ മുൻകൈ എടുത്താണ് അവിടുത്തെ മിഷൻ തന്നെ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ആ മിഷനും അസോസിയേഷനുമായിട്ട് ഇന്ന് വരെ ആരംഭം മുതലേ തന്നെ നല്ലൊരു ബന്ധത്തിലാണ് അവർ പോകുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും സഹകരിച്ചു പോകുന്നു. അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ മിഷൻ ഫുള്ളായിട്ട് സഹകരിക്കുന്നു, മിഷന്റെ പ്രവർത്തനങ്ങളിലും അസോസിയേഷൻ ഫുള്ളായിട്ട് സഹകരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അറ്റ്ലാന്റ കമ്മ്യൂണിറ്റി. അച്ഛന്മാരും വൈദികരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനായിട്ട് അച്ഛന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? കൂടുതൽ വിശ്വാസത്തിലേക്കും സഭാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ആൾക്കാരെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെ സഭയുടെ നിലപാടിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ തോന്നൽ. താങ്ക് യു ഡൊമിനിക് അച്ഛൻ. അച്ഛൻ്റെ വിലയേറിയ നിമിഷങ്ങൾക്ക് നന്ദി. പേരെന്താണ് ചേച്ചി? അതുപോലെ നാട്ടിൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഞാൻ കരിങ്കുന്നം കൊച്ചുപുരയ്ക്കൽ നിന്നാണ്. എൻ്റെ പേര് ലൈല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൺവെൻഷന് വന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ നന്നായിട്ട് പോകുന്നു. വളരെ ഭംഗിയായിട്ട് ഈ കൺവെൻഷൻ, അതുപോലെ ഈ ഹോട്ടലും ഇതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം വളരെ നന്നായിട്ടുള്ള ബാങ്കറ്റ് ഹോളും എല്ലാം ഭയങ്കര നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ചേച്ചി ഇനിയുള്ള കൺവെൻഷനുകളെല്ലാം വന്ന് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. കാരണം ഈ കൺവെൻഷൻ കൂടിയപ്പോഴാണ് ഒരു ജ്ഞാനായക്കാരിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ ജ്ഞാനായ മാമാങ്കം ഇനിയും കൂടണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ വരും വർഷങ്ങളിലും കൂടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലൈലി ചേച്ചി പറയുന്നത് ഇതൊരു ജ്ഞാനായ മാമാങ്കം തന്നെയാണ്. ചേച്ചി ഇനിയും ഉള്ള എല്ലാ കൺവെൻഷനുകളും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ചേച്ചി. ഇപ്പോൾ ഈ കൺവെൻഷൻ സമുച്ചയത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്നത് ഡാളസിൽ നിന്നെത്തിയ ജിജു കുളങ്ങായലാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഡാളസ് കൺവെൻഷൻ 2 വർഷം മുമ്പ് നടന്ന മനോഹരമായ ഡാളസ് കൺവെൻഷന് ചുക്കാൻ പിടിച്ച കൺവെൻഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു. ജിജു കുളങ്ങായോട് നമുക്ക് ചോദിച്ചറിയാം, ഇപ്പോൾ വരെയുള്ള ഈ കൺവെൻഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ വിജയത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. ജിജു, എങ്ങനെ പോകുന്നു? ഇതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമോ? ഈ കൺവെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം അതീവ ഗംഭീരമായിരുന്നു. യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ പ്രാവശ്യത്തെ KCCന്റെ നേതൃത്വത്തിന്റെ ഒരു കഴിവ് ഈ കൺവെൻഷനിൽ ഉടനീളം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങി വെച്ച കൺവെൻഷൻ ഇന്ന് 2ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. യുവജനങ്ങളുടെ ഓരോരോ ഇൻട്രസ്റ്റുകളും ഇതിനകത്ത് വളരെയധികം ഗംഭീരമായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ വളരെ നല്ല ഒരു അനുഭവമായിട്ട്, ഒരു വേറിട്ട അനുഭവമായിട്ട് ഈ കൺവെൻഷൻ മാറട്ടെ എന്നുള്ള വിജയാശംസകളോടായിട്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ജിജു. താങ്ക് യു. യിലെ ജ്ഞാനായക്കാരുടെ കാരണവരായ കുടിലച്ചൻ ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. കുടിലച്ച അച്ഛൻ ഫാദർ ജെയിംസ് കുടിലിൽ നമ്മുടെ കൂടെയുണ്ട്. ഫാദർ ജെയിംസ്, ഹൗ ഡു യു ഇവാലുവേറ്റ് ദിസ് കൺവെൻഷൻ? This is one of the best conventions I have attended. Okay, the absence of bishops for this convention was noticed by many. What are your thoughts on that? Well, I regret very much because they have been always here. So I don't know why they haven't come. So I'm sorry to say that because the people missed them very much, and their absence is really felt bad. What are your suggestions to foster the relationship between laity and the clergy here in United States? Well, the laity and clergy are not exactly in complete disobedience, but it is always both has to go along with each other, because particularly as bishops, they are the heads of the church, so we all have to obey, but also it is mutual. They have to accept one another, and that they themselves become, maybe they should have an idea of talking to the laity and also the laity has to talk with the bishops and make everything happen. So that is what my idea, my intention, and asking them to help each other. And because they are because we didn't get a diocese so far, one of the reasons we see there are 3 different vicariate was first made, and that is of course the
our Brigadier, which is Changanasheri at the time, and then Changanasheri and Ernakulam and Thrissur. And unfortunately, they did not accept with our bishop in Changanasheri, and Bishop Mackil had to ask for, with the help of the other two, and we had to have another diocese, which is Kottayam, was Kottayam Brigadiate. But we, as a Brigadiate of Kottayam, we expected and asked for Kannur bishops, Brigadiate or diocese. After 100 years after, 100 years time, there is no other diocese in the world which hasn't got either a bishop or another diocese. So this is the only diocese, I think, in my understanding, this is the only diocese in the community, in the world, which has not improved having another diocese. While the others have got, the other three brigadiates had 30, almost 30, or 29 at least. And so that is, we don't understand why. And the people, Canaanites, must have a diocese. Because it's Kannur was supposedly, but Cardinal Pereira said in Kottayam, saying that he had to accept all switch, unless accept the switch, everything is ready, and he has gone with the switch, and there is no more diocese. So why can't we have another diocese? And that's my question. So if they can answer that, then I'll agree with it. Okay, thank you, Father James, and thank you for your valuable time. വന്നിരിക്കുന്ന ന്യൂലി വെഡ്സ് ആയ ഉതുപ്പാൻ പടിക്കപ്പറമ്പലിനും പെഗി പടിക്കപ്പറമ്പലിനും നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കാം. ഉതുപ്പാൻ, ഈ വർഷത്തെ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉതുപ്പാൻ ആദ്യമായിട്ടാണോ കൺവെൻഷൻ വന്നിരിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷനൊക്കെ മിസ് ചെയ്തതിൽ ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സൂപ്പർ കൺവെൻഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത്. എന്നാണേലും ഗ്രാനായ കൺവെൻഷൻ ഒരു സൂപ്പർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ ഈ കൂടിയതിൽ. നമ്മുടെ കൂട്ടത്തിൽ അനുഗ്രഹീത പാട്ടുകാരിയായ പെഗിക്ക് ഈ ജ്ഞാനായ മാമാങ്കത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്രാനായക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും നമ്മളെ പരിചയമുള്ളവർ മാത്രമേ ഉള്ളൂ. അതൊക്കെ വളരെ രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസും കോമ്പറ്റീഷൻസും എല്ലാം നല്ല ക്രാനായ സ്പിരിറ്റ് ഉള്ളതാണ്. അങ്ങനെ എല്ലാം അടിച്ചു പൊളിച്ച് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനായ കൺവെൻഷന് വേണ്ടി പെഗിക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാരെ കൊടുങ്ങല്ലൂരങ്ങീതേ വന്നിറങ്ങി ചിപ്പായി മാരവർ കുടികൊള്ളുന്നു തെയ്തേതകതോം തകതേതേതകതോം തെയ്തേതകതോം തകതേതേതകതോം. നിങ്ങൾക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾ കൺവെൻഷൻ വരുമോ? കുഞ്ഞുങ്ങളെ കൺവെൻഷൻ കൊണ്ടുവരാനുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ക്നാനായ സഹോദരി സഹോദരന്മാർ അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണ് ക്നാനായ ഇത് മനസ്സിലാക്കിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയത് കഴിഞ്ഞു പോയ മിസ്സിനെ കുറിച്ചാണ് എനിക്ക് പറ്റിയ സങ്കടം. കഴിഞ്ഞുപോയ കൺവെൻഷൻ എല്ലാം മിസ് ചെയ്ത് സാരമില്ല. എല്ലാ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കൺവെൻഷൻ ഉണ്ട്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ കൂടിയിരിക്കും തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അച്ഛന്റെ പേരെന്താണ്? എൻ്റെ പേര് ഫാദർ ജോസഫ് മണപ്പുറം. എൻ്റെ വീട് ഒളശ്ശേല്. ഞാനിപ്പം ടെക്സാസിലാണ്. 8 കൊല്ലം ക്നാനായ കമ്മ്യൂണിറ്റി സെർവ് ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്കൻ പള്ളിയിൽ സേവനം ചെയ്യുന്നു. അച്ഛൻ അമേരിക്കയിൽ വന്ന ശേഷം ഇതിനു മുമ്പ് എത്ര കൺവെൻഷൻ അച്ഛൻ കൂടിയിട്ടുണ്ട്? ഞാൻ 1998 അമേരിക്കയിൽ വന്നു. അതിനുശേഷം ഇപ്പം 7ാമത്തെ കൺവെൻഷനാണ്. ഓരോ പ്രാവശ്യവും ഓരോ കൺവെൻഷനും വളരെയധികം പുരോഗമിച്ച് നന്നായിട്ട് വരുന്നു. ഓക്കെ, ഇപ്പൊ 7 വർഷം 7 കൺവെൻഷൻ അച്ഛൻ കൂടി സ്ഥിതിക്ക് അതിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും ഈ കൺവെൻഷനെ പറ്റി അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഈ കൺവെൻഷന് ഭക്ഷണ സൗകര്യങ്ങൾ വളരെ നന്നായിരിക്കുന്നു. റൂംസൊക്കെ വളരെ നന്നായിരിക്കുന്നു. പിന്നെ ഈ കൺവെൻഷന് ഒരു പ്രത്യേകത വള്ളംകളി ഉണ്ട് എന്നുള്ളതാണ്. വള്ളംകളി വളരെ മികച്ച രീതിയിൽ
ഞാൻ കോട്ടയത്ത് കൂടിയിട്ടുണ്ട്, അല്ലെ നെഹ്റു ട്രോഫി വള്ളംകളി കൂടിയിട്ടുണ്ട്. എന്നതുപോലെ വളരെ ഊർജ്ജസ്വലമായിട്ട് നല്ല രീതിയിൽ വള്ളംകളി മത്സരത്തിൽ ജനങ്ങൾ പങ്കെടുത്തു. അതിൽ ആൾക്കാർ വളരെയധികം ഇൻവോൾവ്മെന്റ്, പാർട്ടിസിപ്പേഷൻ ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. താങ്ക് യു അച്ഛാ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ കൺവെൻഷന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടോമി മേൽക്കരപ്പുറം, ഈ കൺവെൻഷൻ കമ്മിറ്റി ജനറൽ കൺവീനറാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ സമുച്ചയത്തിലെ എല്ലാ ക്രമീകരണങ്ങൾക്കും ശക്തമായ നേതൃത്വം ചെയർമാൻ ജെയിംസ് ഇല്ലിക്കനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ചോദിച്ചറിയാം. പ്രിയപ്പെട്ട ടോമി ചേട്ടാ, എങ്ങനെ പോകുന്നു ഈ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ സോഫാർ? ആദ്യമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഒർലാൻഡോയിൽ റോഷൻ ഷിംഗിൾ ക്രീക്കിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വൻ വിജയമായി മാറിയ ഈ കൺവെൻഷൻ നോർത്ത് അമേരിക്കൻ ക്നാനായ മക്കൾക്ക് എന്നും ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ഭംഗിയായ ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒട്ടേറെ ക്രമീകരണങ്ങൾ ഈ കൺവെൻഷനിൽ നടന്നു കഴിഞ്ഞു. അതിലെല്ലാം ഇപ്പൊ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ സന്തുഷ്ടരാണ് എന്നറിയുവാനും സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും വളരെ കൃതാർത്ഥരാണ്. താങ്ക് യു. നമുക്കറിയാം, പ്രതിസന്ധികളിലൂടെയാണ് ഈ കൺവെൻഷന്റെ തുടക്കവും ഒപ്പം കൺവെൻഷന്റെ പ്രവർത്തനങ്ങളും കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികൾ ഈ കൺവെൻഷനെ എങ്ങനെ ബാധിക്കുന്നു? ആ പ്രതിസന്ധിയെ നിങ്ങൾ മറികടന്നു എന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും ഇന്നലെ നടന്ന ഈ കൺവെൻഷന്റെ വലിയൊരു ജനാവലിയോടുകൂടിയുള്ള പ്രൊസഷനും ഓടുകൂടി ആരംഭിച്ച ഈ കൺവെൻഷൻ ഈ കൺവെൻഷന്റെ ഇത്രയും 2 ദിവസത്തെ പരിപാടികൾ അതിന്റെ എല്ലാം ഒരു ഉദാഹരണം തന്നെയാണ്. വളരെ നല്ലൊരു ടീം വർക്കാണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ഈ കൺവെൻഷന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഇന്ന് നടന്ന വള്ളംകളി. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഏതാണ്ട് 1500 അധികം ആളുകൾ പങ്കെടുത്ത ഒരു വള്ളംകളിയായിരുന്നു. അതിൽ വിജയിച്ച ന്യൂയോർക്ക് ടീമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും തീർച്ചയായിട്ടും ഇന്ന് നടന്ന വള്ളംകളി വളരെയധികം രസകരമായിരുന്നു. അതുപോലെ തന്നെ ക്നാനായ സമുദായത്തിന്റെ ഈ കൺവെൻഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കൺവെൻഷനിൽ ഒരു വള്ളംകളി പ്രോഗ്രാം ആഡ് ചെയ്തത്. അതിന്റേതായ ഒരു കൗതുകം എല്ലാവരിലും ജനിപ്പിക്കാൻ അതിന്റെ കമ്മിറ്റിക്ക് സാധിക്കുകയുണ്ടായി. വീണ്ടും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ ഈ കൺവെൻഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒട്ടനവധി പരിപാടികളാണ്. അതുപോലെ കൊച്ചുകുട്ടികൾക്കും യുവജനങ്ങൾക്കും മുൻഗണന കൊടുത്തുകൊണ്ട് ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ ഈ കൺവെൻഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് യുവജനങ്ങളെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി. അതിനൊരു തെളിവാണ് ഏതാണ്ട് 600-ൽ പരം യുവജനങ്ങളാണ് ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരു വൻ വിജയമായിട്ടും അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ക്രമീകരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ കൺവെൻഷൻ ഒരു വിജയമാണെന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ അവകാശപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വളരെ ക്ലാശകരമായ ഒരു ജോലി വിജയകരമായ രീതിയിൽ പൂർത്തിയാക്കിയതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് പുതിയ ക്നാനായ സമുദായത്തിന്റെ പുത്തൻ ആശയങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരത്തിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് സൈമൺ പുന്നവേലിൽ. ഇലിയാമ്മ പുന്നവേലിൽ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് വരുന്നത് മയാമിന്ന്. നാടിൽ സ്ഥലം കോട്ടയം കുമരകം. അപ്പം ഇതിനും അമേരിക്കയിൽ വന്ന ശേഷം ഇത് എത്രാമത്തെ കൺവെൻഷനാണ്? അമേരിക്കയിൽ വന്നതിന് ശേഷം 10 കൺവെൻഷനും ഞങ്ങൾ ഇതിനകത്ത് സംബന്ധിച്ചു. ആദ്യത്തെ കൺവെൻഷനിൽ ദൈവത്തിന്റെ സഹായത്താൽ അന്നത്തെ ലിറ്ററേച്ചർ കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് എനിക്ക് സർവ് ചെയ്യാൻ സാധിച്ചു. ഇന്നുവരെയും ഈ കൺവെൻഷനുകളെല്ലാം കൂടാൻ സാധിച്ചതിലും ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യത്തെ കൺവെൻഷൻ ഒന്നിനൊന്നിൽ മെച്ചമായിട്ടാണ് ഞാൻ കാണുന്നത്, അതിനെ വിലയിരുത്തുന്നത്. താങ്ക് യു. അമേരിക്കയിൽ വന്ന ശേഷം 10 കൺവെൻഷൻ കൂടിയ ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഈ 10 കൺവെൻഷൻ കൂടിയതിൽ ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതേപ്പറ്റി ഒന്ന് പറയാമോ? കഴിഞ്ഞ കൺവെൻഷനെ അപേക്ഷിച്ച് ഇത്തവണയിലുണ്ടായിരുന്ന ഒരു പുതിയ ഐറ്റം വള്ളംകളിയായിരുന്നു. അതിന്റെ കോച്ചെയർ ആയിരുന്നു ഞാൻ. അതൊരു പുതിയ ഇവന്റ് ആയിരുന്നു. എല്ലാവരും കണ്ടു, ആസ്വദിച്ചു. വളരെ നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്.
താങ്ക് യു. മാത്രമല്ല അതുപോലെ തന്നെ പലരും ഇവിടെ കഴിഞ്ഞ കൺവെൻഷനിൽ ഫുഡിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കഴിഞ്ഞ കൺവെൻഷൻ വെച്ച് നോക്കുമ്പോൾ ഈ കൺവെൻഷനിൽ ഫുഡ് നല്ലതായിരുന്നോ, അത് എങ്ങനെയുണ്ട് ഒന്ന് വിശദീകരിക്കാമോ? ഫുഡ് ഇത്തവണ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുഡ് വി എവർ ഗോട്ട് ഓർ സെർവ്ഡ് ഫ്രം ദി കൺവെൻഷൻ. നല്ല അറേഞ്ച്മെന്റ്സ് ആണ് താമ്പായിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കൺവെൻഷൻ. താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ജെയിംസ് തറത്തട്ടേൽ, ന്യൂയോർക്കിൽ നിന്നാണ്. ലിസി തർത്തട്ടേൽ. കൺവെൻഷന് ആദ്യമായിട്ട് വരുന്നതാണോ അതോ ഇതിനു മുമ്പ് കൺവെൻഷനുകൾ കൂടിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ ആക്ച്വലി ഇവിടെ നിന്ന് എല്ലാ ക്നാനായ കൺവെൻഷനും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇത് 10ാമത്തെ കൺവെൻഷൻ. ഈ 10ാമത്തെ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാത്തിലും തന്നെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം അമേരിക്കയിൽ വന്ന ശേഷം 10 കൺവെൻഷൻ കൂടിയ ഫാമിലിയാണ് നിങ്ങൾ, അല്ലേ? ഓക്കെ. ഈ 10 കൺവെൻഷൻ കൂടിയതിൽ നിന്ന് നിങ്ങൾക്ക് ഈ 10 കൺവെൻഷനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? എല്ലാ കൺവെൻഷനും തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ കൺവെൻഷനും എല്ലാത്തിലും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഇത് സോഫാർ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കൺവെൻഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതുതായിട്ട് തന്നെ നമുക്ക് വള്ളംകളി എന്നൊരു മത്സരം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൽ ഇന്ന് വൈകുന്നേരമായിരുന്നു അതിന്റെ മത്സരം നടന്നത്. അതിൽ ന്യൂയോർക്ക് ഫസ്റ്റ് പ്രൈസ്. ന്യൂയോർക്കിൽ നിന്നായതുകൊണ്ട് എനിക്ക് അതിൽ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ചേച്ചിക്ക് ഈ മറ്റുള്ള കൺവെൻഷനിൽ നിന്ന് ഈ കൺവെൻഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫുഡിന്റെ സെക്ഷനിൽ ഇറ്റ്സ് വെരി വെൽ ഡൺ, വെരി വെൽ ഓർഗനൈസ്ഡ്. ഒരു ലൈനും ഇല്ല. നല്ല ക്വാളിറ്റി കേറ്ററിംഗ് ആണ്. വെരി വെൽ ഡൺ. പിള്ളേർക്കും എല്ലാവർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെനു ആണ് സോഫാർ ഉണ്ടായിരുന്നത്. സോ ഇറ്റ്സ് റിയലി വെൽ ഡൺ. സോ മറ്റുള്ള കൺവെൻഷനെ അപേക്ഷിച്ച് ഫുഡ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു, നല്ല മെച്ചമായ ഫുഡായിരുന്നു, അല്ലേ? ഓക്കെ. താങ്ക് യു. ിന് ശേഷം ക്നാനായക്കാരുടെ അഭിമാനമായ മിസ്റ്റർ ജോയി ചമാശ നമ്മുടെ കൂടെയുണ്ട്. പ്രമുഖ സീരിയൽ നടനും നിർമ്മാതാവുമായ മിസ്റ്റർ ജോയിക്ക് നമ്മുടെ കൺവെൻഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രമിക്കാം. ഓർലാൻഡോയിൽ 2002 നമ്മുടെ ഒരു കൺവെൻഷൻ നടന്നിരുന്നു. നന്നായിരുന്നു. അതിനുശേഷം ഇപ്പം 2012 നടക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കണ്ട് എത്താനും പരസ്പരം സ്നേഹങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള ഒരു വേദി തന്നെയാണ് നമ്മുടെ കൺവെൻഷനുകൾ. ക്നാനായ തനിമയും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകരുവാൻ ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ തീർച്ചയായിട്ടും ഉപകരിക്കും. ഇത് ഒരുപാട് യുവജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഒരു കൺവെൻഷനാണിത്. ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ വീണ്ടും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതായിട്ട് തന്നെ നീങ്ങട്ടെ. താങ്ക് യു. 10 വർഷം മുമ്പ് ഇതേ ഒർലാൻഡോയിൽ വെച്ച് നടന്ന കൺവെൻഷന്റെ ചെയർമാനായ ആണല്ലോ മിസ് ജോയി. ഇപ്പോഴുള്ള കൺവെൻഷനും അന്നത്തെ കൺവെൻഷനും തമ്മിലുള്ള എന്താണ് വ്യത്യാസം? അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അന്നത്തെ 2002 നടക്കുന്ന കൺവെൻഷനിൽ ചെയർമാൻ അല്ലായിരുന്നു, അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് KCCനെ നേരിട്ടായിരുന്നു കൺവെൻഷൻ നടത്തിയിരുന്നത്. അന്നത്തെ കൺവെൻഷനും ഇപ്പോഴത്തെ കൺവെൻഷനും തമ്മിൽ അങ്ങനെ ഒരു കമ്പാരിസൺ പറയാനില്ല. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്, നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇനിയും നടക്കണം എന്നും ഈ പ്രസ്ഥാനത്തെയും സമുദായത്തെയും നമ്മുടെ സഭയെയും അടുത്ത തലമുറയിലേക്ക് പകരുവാൻ ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിക്ക് ഈ കൺവെൻഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവക്കും കൂടെ ഉള്ള അഭിപ്രായമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അഭിപ്രായം എനിക്കറിയാൻ ചേച്ചി ബെറ്റർ ഹാഫ് ആണെന്ന് അറിഞ്ഞില്ല. എനിവേ, ഓൾ ദ ബെസ്റ്റ്, എൻജോയ്. താങ്ക് യു. ക്നാനായ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതുപോലെ എന്താണ് പേര്? എൻ്റെ പേര് അലക്സ് പടിക്കപ്പറമ്പിൽ. ഞാൻ ഷിക്കാഗോയിൽ നിന്ന് വന്നതാണ്. ഇവിടെ വളരെ ഭംഗിയായ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്. ഇതിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ലൊരു കൺവെൻഷനാണ്. വളരെയധികം ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതിൽ കൂടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു.
നിങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് വളരെയധികം പെർഫോമൻസ് ആണ് അടുത്ത നാളെ കാഴ്ചവെക്കുന്നതാണല്ലോ അറിഞ്ഞത്. എന്താണ് നിങ്ങളുടെ ടീം സ്പിരിറ്റ്? നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് ഈ കൺവെൻഷനെ കുറിച്ച്? നമ്മുടെ കുഞ്ഞുമക്കൾ വളരെയധികം ഒത്തിരിയധികം പ്രാക്ടീസുകളൊക്കെ ചെയ്ത് വളരെ നല്ല പ്രോഗ്രാം നാളെ കാഴ്ചവെക്കുകയാണ്. സോ ഫാർ ദേ ആർ ഡൂയിങ് വണ്ടർഫുൾ ജോബ് ആൻഡ് വി വിൽ സീ ടുമോറോ. താങ്ക് യു. ജ്ഞാനായ ഈ മാമാങ്കത്തിന് ആവേശത്തോടെയും അതിലുപരി സന്തോഷത്തോടെയും എത്തിയിരിക്കുന്ന ജയ്മോൻ വെട്ടുകല്ലിൽ താമ്പായിൽ നിന്നുള്ള പ്രതിനിധിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം, ഈ കൺവെൻഷനെ കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തൽ ഒന്ന് പറയുമോ? ഇപ്പോൾ വരെയുള്ള ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഉത്സവമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വള്ളംകളി എല്ലാവരും എൻജോയ് ചെയ്തു, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാവിധ പാർട്ടിസിപ്പേഷനും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഉള്ളവരാണ് ഫസ്റ്റ് മേടിച്ചതെങ്കിലും ടാമ്പായിൽ നിന്നും നല്ല ശക്തമായ ഒരു ടീം ഉണ്ടായിരുന്നു. അതുപോലെ വനിതകൾ ടാമ്പായിൽ നിന്ന് വള്ളംകളി മത്സരത്തിൽ വിജയികളായിരിക്കുകയാണ്. ന്യൂയോർക്ക് ഫസ്റ്റ്, അതുപോലെ ടാമ്പ സെക്കൻഡ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പെർഫോമൻസ് എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെയാണ്. ഓക്കെ, വരുന്ന നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളിൽ കൂടുതൽ എൻജോയ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ക്രമീകരണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ നടക്കുന്ന ക്രമീകരണങ്ങൾ വിശദീകരിക്കാം. ഇന്ന് രാത്രി 9:30 റിമി ടോമിയുടെ ഗാനമേളയുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണത്. ഇന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് തിരിച്ച് റിമി ടോമിയുടെ പരിപാടിയിലേക്ക് പോകുന്ന ഒരു ഇതാണ്. പിന്നെ നാളെ കാലിബ് ഒരു ഇതുണ്ട്, കൺസേർട്ടുണ്ട്. അത് യങ്സ്റ്റേഴ്സ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇപ്രാവശ്യം. Thank you guys. Enjoy the rest of the day. Okay. കൺവെൻഷൻ കൺവീനറായ മിസ്റ്റർ ഡെന്നി ഒരാളിൽ നമ്മോടൊപ്പം ഉണ്ട്. ഈ കൺവെൻഷനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് ശ്രമിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ KCCNയുടെ 10ാമത് കൺവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായൊരു കൺവെൻഷനാണ്. കാരണം 600-ൽ പരം യുവജനങ്ങളെ തന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചത് KCCNയുടെ കൺവെൻഷനിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. ഇന്ന് അതില് ഏകദേശം 250-ൽ പരം 250-ൽ പരം യുവജനങ്ങളുമായിട്ട് ഒരു ക്രൂസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായ പരിപാടികൾ. ഒരിക്കലും ഇതുവരെ നടന്നിട്ടുള്ള 10 കൺവെൻഷനും ഇതുവരെ യുവജനങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്ന പരിപാടികൾക്ക് KCCNയ്ക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിച്ചുണ്ടെന്ന് തോന്നുന്നില്ല. അതിന് ഞാൻ പ്രത്യേകമായ രീതിയിൽ ഡോക്ടർ ഷീൻ സാഗശാല അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെയാണ് ഇത് കാണിക്കുന്നത്. ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ യുവജനങ്ങളാണ് ഈ കൺവെൻഷന്റെ എല്ലാ കമ്മിറ്റികളിലും കൂടുതലായി പ്രവർത്തിക്കുന്നത്. ഈ രീതിയിൽ ഈ അമേരിക്കയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വളർന്നു വരുന്ന 2ാം തലമുറയ്ക്ക് നേതൃത്വം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ സംഘടന തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. വിജയ രഹസ്യം എന്താണെന്ന് നമുക്ക് കൺവീനറായ ഡെന്നി ഒരാളിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കൺവെൻഷന്റെ വിജയം എന്ന് പറയുന്നത് ക്രാനായത്വത്തിൽ 100% വിശ്വസിക്കുന്ന ആളുകളുടെ 3000 ആളുകളുടെ ഒരു മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. അത് ഒരു ചരിത്രപ്രധാനമായ ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. അത് ഇതുവരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഷിക്കാഗോയിൽ നമുക്ക് പറഞ്ഞതുപോലെ ഷിക്കാഗോയിൽ നിന്ന് കൺവെൻഷൻ മാറിയെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആളുകള് ക്രാനായത്വത്തിൽ വിശ്വസിക്കുന്ന 100% വിശ്വസിക്കുന്ന കലർപ്പിനെ വിശ്വസിക്കാത്ത ഒരു 3000 ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒരിക്കലും ഒരു തെറ്റുകളും കാണാതെ ഒരു കുറവുകളുമില്ലാതെ ആണ് എല്ലാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളെ പറ്റി പറയുമ്പോൾ എല്ലാ ദിവസവും നൂതനമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ തന്നെ റിമി ടോമിയുടെ ഗാനമേളയ്ക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെ യുവജനങ്ങൾക്ക് പ്രത്യേകമായ പരിപാടികളുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ ഈ പ്രാവശ്യത്തെ ഫുഡ് കമ്മിറ്റി വളരെയധികം പ്രോത്സാഹനം നേടിയിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഫുഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് ബേബി പിണക്കുന്നൽ, ഹൂസ്റ്റൺ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഫുഡിനെ കുറിച്ച്.
10ാമത് KCCN കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 9 കൺവെൻഷനിലും കാണാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിച്ചത്. 3000-ഓളം പേർ പങ്കെടുത്തെങ്കിൽ അത്രത്തോളം പേർക്ക് ഭംഗിയായ രീതിയിൽ ഫുഡ് വിതരണം ചെയ്യാനായിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും മുമ്പോട്ട് പോവുക, ഏത് സമയത്ത് എന്ന് കഴിഞ്ഞാലും ആവശ്യാനുസരണം ഫുഡ് ലഭിക്കുക, നമുക്ക് ഇഷ്ട വിഭവങ്ങൾ ഏത് വിധത്തിലും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു അനുഭവമാണ് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായി കൺവെൻഷൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനല്ലോ കയറി പാർത്തിട്ട് കുറച്ചു നാളായ ജായിസ് പടിക്കപ്പുറമല്ലേ ആദ്യമായിട്ടാണ് ഈ ക്നാനായ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ക്നാനായ ഇത് കൂടുന്നത്. പക്ഷെ അടിപൊളി പരിപാടിയാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അത് കാണുവാനും അത് കൂടുവാനും വന്നതിൽ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. താങ്ക് യു. കമ്മ്യൂണിറ്റിയായ വാഷിംഗ്ടൺ DC-യുടെ പ്രസിഡന്റായ ടോമി തെക്കനാട് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ വർഷത്തെ ക്നാനായ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് നമുക്ക് ശ്രമിക്കാം. എൻ്റെ പേര് ടോമി തെക്കനാട്ട്. വാഷിംഗ്ടൺ DC, വെർജീനിയ, മേരിലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതാണ്ട് 32 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ യൂണിറ്റ്. ഈ വർഷത്തെ KCCNയുടെ കൺവെൻഷൻ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞു. ഇത് ഒരു അനുഭവമായിട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളും യുവജനങ്ങൾക്കും വളരെയധികം പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള വിവിധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൺവെൻഷനായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ ഏതാണ്ട് 3000-ലധികം ജനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഇതൊരു പുതിയ അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായും വടക്കേ അമേരിക്കയിലുള്ള ക്നാനായ സമൂഹത്തിന് അവരുടെ കൂട്ടായ്മയ്ക്ക് ഈ KCCNയുടെ 25 വർഷം തികയുന്ന ഈ അവസരത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയ ഈ കൺവെൻഷൻ ഒരു പുതിയ മുഖച്ഛായ തന്നെ ഈ കൺവെൻഷന് മാറ്റിക്കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ നേതൃത്വം നൽകുന്ന ഷീൻ സാഗശാലയും അതോടൊപ്പം തന്നെ ടാംബായിലെ അംഗങ്ങൾക്കും വാഷിംഗ്ടൺ DC-യുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ക്നാനായത്തിലെ യുവജനങ്ങളാണ് നമ്മളോടൊപ്പം ഈ പ്രാവശ്യം ഉള്ളത്. ഈ വർഷത്തെ ക്നാനായ കൺവെൻഷനെ പറ്റി what do you guys think about this convention, 10th convention? Please tell us your name and what do you feel about this convention. Okay, I'm going to give everybody the mic. My name is Jermit. I liked it. My name is Danny and I think it's really fun. My name is Stacey Urkel and I think it's fun too. My name is Vinit. I think it's fun too. Yeah, it was amazing. My name is Jenny. It's really good. I met a lot of people, so it's fun. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഇവരെല്ലാവരും ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. നല്ലതാണ്. മോള് എവിടെയാണല്ലോ എല്ലാവരെയും പരിചയപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ഒരു വേദിയാണോ ഇവിടെ വന്ന് പരിചയപ്പെടാനും പുതിയ ക്നാനായ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇനിയുള്ള കൺവെൻഷനുകൾ നിങ്ങൾ കടന്നു വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ അടുത്ത കൺവെൻഷന് ഇവിടെ വരാൻ ശ്രമിക്കും. കാരണം ഞാൻ എല്ലാവരും ഇവിടെ വെച്ച് തന്നെയാണ് പരിചയപ്പെട്ടത്. പിന്നെ യൂത്തിന് ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. സോ നല്ലതാണ്. ഈ വർഷത്തെ ക്നാനായ കൺവെൻഷന് യൂത്തിന് ഒരുപാട് സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വള്ളംകളി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇപ്രാവശ്യത്തെ വള്ളംകളിക്ക് ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങളെല്ലാവരും ടാമ്പായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അയാൾ ഫിലാഡൽഫിയ എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ചിറപ്പ് ചെയ്ത്
ടാമ്പയിൽ നിന്നുള്ള ഇങ്ങനെ പറഞ്ഞു ടാമ്പേ എന്തെങ്കിലും പറ കൺവെൻഷൻ ആന്റി ഇപ്പൊ ഓൺ സ്പോട്ടിലാണോ ഇതൊന്നും ഇന്റർവ്യൂ ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞു ഞങ്ങളൊന്ന് പൊക്കോട്ടെ. Anyway, thank you guys. Thank you. You too enjoy, okay? It's Donna Padikimbarba from the KCCNA convention. Thank you for convention. 10th കൺവെൻഷനൊക്കെ കൂടാനായിട്ട് നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന ഫിലിപ്പ് ഊരാളിലിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് ശ്രമിക്കാം. കൺവെൻഷനൊക്കെ നന്നായിരിക്കുന്നു. എല്ലാം കൊണ്ടും വളരെ തൃപ്തികരമാണ്. നല്ല കാലാവസ്ഥയായിരുന്നു. സാധാരണ എല്ലാ ദിവസവും വൈകിട്ട് മഴ കണ്ടായിരുന്നു. ഇത് കൺവെൻഷൻ തുടങ്ങി പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല. എല്ലാ തരത്തിലും നന്നായിരിക്കണം. അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഗാനമേളയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കണം. എല്ലാം ശുഭമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. ചേട്ടൻ ഒരു റിമി ടോമിയുടെ ഫാനാണെന്ന് കേട്ടല്ലോ. റിമി ടോമിയുടെ ഗാനമേള കാണാനായിട്ടാണോ ഈ തിരക്ക് കൂട്ടുന്നത്? റിമി ടോമി എനിക്കിഷ്ടമാണ്. അവിടെ പാട്ടും അവിടെ പെരുമാറ്റവും പ്രവൃത്തികളും ഒക്കെ വളരെ എനിക്കിഷ്ടമാണ്. താങ്ക് യു വിലുപൂരാളെ. കൺവെൻഷന് മയാമിയിൽ നിന്ന് വന്നിരിക്കുന്ന രാജു ഇടുക്കളയ്ക്ക് നമ്മളോട് ഈ വർഷത്തെ ക്നാനായ കൺവെൻഷന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കേൾക്കാം. എന്റെ അഭിപ്രായത്തിൽ ഈ കൺവെൻഷന് വളരെ പ്രതിബദ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വളരെ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയും നല്ലൊരു കൺവെൻഷനുമായിട്ട് മാറി എന്നുള്ളത് ഒരു കാര്യമാണ്. ഇത് എല്ലാവരും വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് നല്ലൊരു വള്ളംകളിയും വളരെ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന എല്ലാവർക്കും കൂടി നല്ലൊരു വള്ളംകളി നടത്തി. അതുപോലെ ഇന്നലത്തെ പരിപാടികളും ഇനാഗറേഷണൽ പരിപാടികളും ഒക്കെ വളരെ വിജയകരമായിരുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ ബിഷപ്പുമാർ ഇവിടെ വന്നില്ലെങ്കിലും യാക്കോബായ സമുദായത്തിലെ ബിഷപ്പുമാർ ഇവിടെ വന്ന് നമ്മുടെ ഈ കൺവെൻഷനെ വിജയിപ്പിക്കുവാൻ എല്ലാ ഇതുകൾക്കും വളരെ എല്ലാവരും നന്ദി പറയുന്നു. നല്ലൊരു വിജയമായിരുന്നാണ് എൻ്റെ വിശ്വാസം. കൺവെൻഷൻ ജലോത്സവം നെഹ്റു വള്ളംകളി പോലെ തന്നെയായിരുന്നു ഇന്നത്തെ വള്ളംകളി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് വള്ളംകളി നമ്മൾ മലയാളികൾക്ക് ഒരു ആഘോഷകരമായ ഒരു വസ്തുതയാണ്. ഈ പ്രാവശ്യം ഇത് ആദ്യമായി നമ്മൾ ചെയ്ത ഈ വള്ളംകളി ടു മീ അതൊരു നല്ല സക്സസ് ആയിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഓഫ് ദ വെദർ overall everybody enjoyed it. That's the highlight of this convention. And ഇനി ശനിയും ഞായറുമുള്ള പരിപാടികളും ഇതുപോലെ ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാമോ? സാറിന്റെ പേരും കൂടെ പറയുന്നതാണ്. എന്റെ പേര് ജയ്മോൻ മണലേല്. ഞാൻ ടാമ്പയിൽ നിന്ന് വരുന്നതാണ്. ഈ കൺവെൻഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് പല പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ സക്സസ് ആണ്. കാരണം രജിസ്ട്രേഷനൊക്കെ എൻഎഫ് ഉണ്ടായിരുന്നു. യുവജനങ്ങളെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓൾ ഓറൗണ്ട് നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ ഒരു കൺവെൻഷനാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു രജിസ്ട്രേഷൻ കുറവ്, ഈ തോന്നത്തെ കൺവെൻഷന് എങ്ങനെ സക്സസ്ഫുൾ ആകും. ബട്ട് സോ ഫാർ ഇറ്റ് ഈസ് കണ്ടതനുസരിച്ച് വെരി സക്സസ്ഫുൾ ആയിട്ട് ഈ കൺവെൻഷൻ പോകുന്നു. അതിൻ്റെ അകത്ത് എല്ലാം ഓർഗനൈസ്ഡ് ആണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു നമ്മുടെ പിതാക്കന്മാർ വന്ന് നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനോട് സഹകരിക്കുമെന്ന്. പക്ഷെ അവർ വന്നില്ല. അന്ന് ഇരുന്നാലും കൺവെൻഷൻ വൻപിച്ച വിജയമായി തന്നെ മുൻപോട്ട് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് നടന്ന കൺവെൻഷനുകളിൽ നമ്മുടെ യുവജനങ്ങൾക്കും പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളും അതുപോലെ അതിനുവേണ്ട ഒത്തിരി ലൈക്ക് അവരുടെ പ്രോഗ്രാംസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചുകൊണ്ട് അച്ചടക്ക രീതിയിൽ കംപ്ലീറ്റ് ഇന്ന് വൈകുന്നേരം അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ക്രൂസ് പ്രോഗ്രാം തന്നെ വെരി എക്സൈറ്റിംഗ്. സോ എല്ലാം കൊണ്ട് തന്നെ ഈ കൺവെൻഷൻ വൻ വിജയമായി തന്നെ മുൻപോട്ട് നീങ്ങുന്നു എന്ന് ഞാൻ
കരുതുകയാണ്. DKCCയുടെയും റീജിയണൽ മെമ്പറായ ജോമോൻ പള്ളിക്കിഴക്കയിൽ നമ്മുടെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറയാം വീട്ടുപേര് തെറ്റിപ്പോയി. DKCC റീജിയണൽ വൈസ് പ്രസിഡന്റും KCCNA മെമ്പറുമായ ശ്രീ ജോസ് പള്ളിക്കിഴക്കയിൽ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ വർഷത്തെ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നറിയാം. ഹലോ, എൻ്റെ പേര് ജോമോൻ പള്ളിക്കിഴക്കേതിൽ. ഞാൻ DKCCയുടെ റീജിയണൽ വൈസ് പ്രസിഡന്റും KCCയുടെ നാഷണൽ കൗൺസിൽ മെമ്പറുമാണ്. ഇത് എൻ്റെ 6ാമത്തെ KCCയുടെ കൺവെൻഷനാണ്. ഞാൻ ഇതിനു മുമ്പ് KCCയുടെ 2 എക്സിക്യൂട്ടീവിലും വർക്ക് ചെയ്ത ആളാണ്. ഈ ഒരു കൺവെൻഷൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് പങ്കെടുക്കുന്നത്. എല്ലാവിധ ഭാവുകങ്ങളും ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ നേരുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് ഈ കൺവെൻഷൻ KCCനെ നടത്തുന്നു എങ്കിൽ പോലും ഇന്നലെ തുടങ്ങിയ ഈ കൺവെൻഷൻ വളരെയധികം വിജയപ്രദമാകുന്നു എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ ഭാഗങ്ങളും DKCCയുടെ ഭാഗത്തു നിന്നും KCCയുടെ ഭാഗത്തു നിന്നും ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജോമോൻ പള്ളിക്കിഴക്കേതിൽ, ഡിട്രോയിറ്റ്. താങ്ക് യു. From all over the state here, all over the world here. So let's see, guys here. Let's hear what they want to say about this convention. What's your name? Tell us about your convention. What's your name and tell us about your convention. All right, my name is Juben Thomas, and convention has been pretty good so far. Do you think this convention has to be every year or every 2 years? Every year we better. Oh, really? Yeah. I think every 2 years is fine, but yeah. What do you guys think about all together? What do you guys think about this convention? Oh, I think it's great. It's my first one, so yeah. How about the sports? What do you think about the sports competition? I heard it was very good and you guys were all playing in the sports. Let me hear about that. Yeah, it's very fun. I met a lot of new people. So you met a lot of new people. That's good. See, so what do you think about that? Meeting all the Knanaya. Are you proud to be a Knanaya? Oh yeah. So I think they all wanted to say some Nadavili. Let's hear what they're going to say. Okay. Orlando കൺവെൻഷനിൽ നിന്നും ഡോണ പടിക്കമ്പറമ്പ് വാഗ്ദാനമായ 2 യങ് ഗൈസ് ആണുള്ളത്. ക്നാനായത്തിന്റെ 2 ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. Let's hear what they wanted to say about this 10th Knanaya convention. Everybody my age, especially for my age, convention is a very special time. Like, we get to meet all these new people and reconnect with old friends, and it's just really overall a really fun time, and it really helps the community grow and prosper. What do you think about this convention? I think it's amazing. Everybody is having a great time. They're just linking up with everybody's meeting up with everybody they used to know, not able to catch up with everybody. And as far as this goes, so far it's a success. Hopefully it keeps going. So what do you think next year? Next convention, are you guys going to come? Definitely? For sure, without a doubt. So altogether it's a successful convention. What do you think about it? Of course, I think so. Thank you very much. Thank you.